ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പ് എപ്പോഴും പറയുന്നത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്നുള്ളതാണ്. അത്രയും പ്രൊട്ടക്ഷൻ ആണെന്നാണ് പറയുന്നത്. പക്ഷേ പിന്നെയും അവർ പ്രൊട്ടക്ഷൻ കൂട്ടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു വെക്കുക. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല പുതിയൊരു ടെക് വീഡിയോ കൂടി ചാനൽ കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ നോളജുകൾ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ വീഡിയോയുടെ താഴെയായിട്ട് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനലിന്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലുള്ള പുതിയൊരു അപ്ഡേറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. വളരെ സെക്യൂരിറ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് വാട്സപ്പ് ശരിക്കും പറഞ്ഞാൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് ബട്ടണിൽ. എന്നിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക, നിങ്ങളുടെ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിലേക്ക് കയറും. വാട്സപ്പിൽ നമുക്ക് പല ആളുകൾ അയക്കുന്ന മെസ്സേജുകൾ, ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കാര്യങ്ങൾ ഹാക്ക് ചെയ്ത് പോകാനും നമുക്ക് പരസ്യം കാര്യങ്ങളൊക്കെ വരാൻ അങ്ങനെയുള്ള പല സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു ഫീച്ചറാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ അവസാനം വരെ കാണുക. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ അക്കൗണ്ട്സിൽ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള കുറേ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് പാസ് കീ, അതുപോലെ തന്നെ ഇമെയിൽ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ഇതെല്ലാവരും നമ്മൾ ചെയ്ത് വെക്കേണ്ടതാണ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രൈവസിയിലാണ്. ഈ പ്രൈവസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറേ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. പ്രൈവസി ഒന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. നമുക്ക് നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവസാനം വരെ കാണുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അഡ്വാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, IP അഡ്രസ്സ് കോൾസിലുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ ഡിസേബിൾ ലിങ്കും കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് വരുന്ന കോളുകൾ കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അത് ചെയ്യേണ്ടത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇതാണ്, അതായത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമുക്ക് വന്നിരിക്കുന്ന ലിങ്കുകളിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡാറ്റകൾ കാര്യങ്ങളൊക്കെ ലീക്കായി പോകുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ തൊട്ട മുകളിലുള്ള IP അഡ്രസ്സും അതുപോലെ തന്നെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂവും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് വളരെയധികം പ്രൊട്ടക്റ്റ് ആവുന്നതാണ് വാട്സപ്പ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ 2 കാര്യങ്ങളും ചെയ്തു വെക്കുക.